നമുക്ക് ശ്രദ്ധിക്കാം. വെള്ളാപ്പള്ളി നടേശനെതിരെ സുപ്രഭാതം ദിനപത്രം വർഗീയതയുടെ മേമ്പൊടി ചേർത്ത അസത്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പ്രചരിപ്പിക്കുന്നുവെന്നാണ് ആരോപണം. LDFും UDFും രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വീതം വെച്ചെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരെയാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ വിമർശനം. CV അനുമോദ് ചേരുന്ന വിവരങ്ങളുമായി. അനുമോദ്, സുപ്രഭാതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനെതിരെ നിശിതമായ വിമർശനമാണ് സുപ്രഭാതം അവരുടെ മുഖപ്രസംഗത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് LDFും UDFും രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വീതം വെച്ചുവെന്ന അദ്ദേഹത്തിന്റെ വിദ്വേഷ പരാമർശം, അതിനെതിരെ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സുപ്രഭാതത്തിന്റെ ഈ ഒരു മുഖപ്രസംഗമുള്ളത്. 140 കോടി ജനസംഖ്യയിൽ ഇന്ത്യയിൽ 15% മുസ്ലിങ്ങളുണ്ട്. അതിൽ ഒരു മുസ്ലിമിനെങ്കിലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തയ്യാറായോ എന്ന് സുപ്രഭാതം ചോദിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ജനസംഖ്യയിൽ 26.56% മുസ്ലിം പ്രാതിനിധ്യമുണ്ട്. എന്നിട്ടും 21 അംഗ സംസ്ഥാന മന്ത്രിസഭയിൽ 2 പേർ മാത്രമാണ് മുസ്ലിങ്ങളായിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിൽ സുപ്രധാന വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് സവർണ വിഭാഗക്കാരാണെന്നൊരു ആക്ഷേപവും ഈ സുപ്രഭാതത്തിന്റെ ലേഖനത്തിൽ മുഖപ്രസംഗത്തിൽ ഉന്നയിക്കുന്നു. ഈഴവരും കാലങ്ങളായിട്ട് ഈ ഒരു വിവേചനം അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും ഈഴവർക്ക് വേണ്ടി എന്ന വ്യാജേന എന്തിനാണ് വെള്ളാപ്പള്ളി ഈ സവർണ സമുദായങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത് എന്ന ചോദ്യമാണ് സുപ്രഭാതം ഉന്നയിക്കുന്നത്. RSSന് വേണ്ടി ഒളിസേവ ചെയ്യുകയാണ് വെള്ളാപ്പള്ളി നടേശനെന്നും സുപ്രഭാതം ആരോപിക്കുന്നു. ഇതൊരു ഇസ്ലാമോഫോബിയ എന്ന സംഘപരിവാർ അജണ്ട അത് ഈഴവരിലേക്കും പടർത്താനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്നും ഈ ഒരു ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ തന്നെ വിവിധ കാര്യങ്ങളിൽ ജനസംഖ്യാനുപാതികമായി ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ട് വേണം ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കാനെന്നും, അങ്ങനെ അനർഹമായിട്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായം അത് വിട്ടുകൊടുക്കാൻ മടി കാണിക്കുന്നില്ലെന്നും ഈ ഒരു ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഒരു മദ്രസ അധ്യാപകരുടെ ശമ്പളം അത് കാലങ്ങളായിട്ട് സംഘപരിവാർ നടത്തുന്ന ഒരു തെറ്റായ പ്രചരണമാണ്. അവരെ ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടുത്തി എന്നതിനപ്പുറം ഒരു ആനുകൂല്യവും സർക്കാരിന് ലഭിക്കുന്നില്ല എന്നും സുപ്രഭാതത്തിന്റെ ഈ ഒരു മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് അവർ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെയാണ്: മൈക്രോ ഫൈനാൻസ് ഉൾപ്പെടെയുള്ള തട്ടിപ്പ് കേസിൽ പ്രതിയായ ഒരാൾ എങ്ങനെയാണ് ഇത്ര സമർത്ഥമായിട്ട് അതിൽ നിന്നെല്ലാം ഊരിപ്പോരുന്നതെന്ന ചോദ്യം സുപ്രഭാതം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള ഭയം കൊണ്ടാണെന്നും, എന്തിനാണ് ഇങ്ങനെ വോട്ട് ബാങ്കിനെ കുറിച്ച് ഭയപ്പെടുന്നതെന്നും, ഈഴവരിൽ 90% വെള്ളാപ്പള്ളി നടേശന്റെ വാക്ക് കേൾക്കുന്നവരല്ല എന്ന് ഇടതുപക്ഷം മനസ്സിലാക്കണമെന്നും ഈ സുപ്രഭാതം ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇതിനെതിരെ UDF നേതൃത്വം തുടരുന്ന മൗനവും കപടവും അപകടകരവും തന്നെയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം മുഖപ്രസംഗം സുപ്രഭാതം അവസാനിപ്പിക്കുന്നത്. അനുമതി, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമസ്തയുടെ അല്ലെങ്കിൽ സുപ്രഭാതത്തിന്റെ ഈ മുഖപ്രസംഗത്തെ നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത്? വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള ഒരു വിമർശനം എന്നതിനപ്പുറത്തേക്ക് ഇത് വായിക്കേണ്ടതില്ലേ? തീർച്ചയായും നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശന്റെ ആ ഒരു വിമർശനത്തിന് ലഭിച്ച സ്വീകാര്യതയാണ് ഇവിടെ ഏറ്റവും അധികം സുപ്രഭാതം ഈ ഒരു വിഷയം ഇത്ര ഗൗരവത്തിലെടുക്കാനുള്ളൊരു കാരണം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഹൈന്ദവ സമുദായങ്ങളും അതുപോലെ തന്നെ BJPയും RSS സംഘടനകളും ഒക്കെ തന്നെ രംഗത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇതിനെതിരെ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ UDF കാര്യമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം സമുദായത്തിന്റെ നാവായിട്ട് സുപ്രഭാതത്തിന്റെ ഈ ഒരു ലേഖനം വന്നിരിക്കുന്നത് എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. ഇത് തീർത്തും ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ UDFനും അവർക്കും ഉള്ള അവരോട് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ഒരു ലേഖനം കൂടിയാണ് എന്ന് വേണം കരുതാൻ. വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച കാര്യങ്ങൾ തികച്ചും അവാസ്തവമാണെന്നും ജനസംഖ്യാനുപാതികമായിട്ട് മുസ്ലിം സമുദായത്തിന് ഒന്നും ലഭിച്ചിട്ടില്ല എന്നും, അതേപോലെ തന്നെ ഈഴവർക്കും ലഭിക്കുന്നില്ല. പക്ഷേ ഈഴവർക്ക് വേണ്ടിയല്ല ഈ മുസ്ലിങ്ങളെ വിദ്വേഷം പറഞ്ഞുകൊണ്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു വാക്കുകളെന്നും സുപ്രഭാതം പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ ഒരു തരത്തിൽ ഹൈന്ദവ വിഭാഗങ്ങൾക്ക് RSSന് സഹായകമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ പറയാത്ത UDFനും LDFനും ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യം കൂടി ഈ ഒരു ലേഖനത്തിനുണ്ടെന്ന് വേണം കരുതാൻ. ശരി, എന്തായാലും ഈ വാർത്ത വളരെ ഗൗരവമുള്ളതാണ്. ഇതിന്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറിലെ ബുള്ളറ്റിനുകളിലും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.